രാജീവ് ചന്ദ്രശേഖരൻ BJP സംസ്ഥാന അധ്യക്ഷൻ. കുരിക്കാട് റെയിൽവേ പാലം ഇനി എന്ന് യാഥാർത്ഥ്യമാകും? വിശുദ്ധരുടെ 1500 തിരിശേഷിപ്പുകൾ വണക്കത്തിനായി പ്രദർശിപ്പിച്ചു. മൂവാറ്റുപുഴ ആറൂരിൽ ലഹരി വിപത്തിനെതിരെ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ്. ലഹരിക്കെതിരെ തൃപ്പൂണിത്തുറയിൽ വാക്കത്തോൺ. നാടക പ്രവർത്തക സംഘടന നാട്ടകിന്റെ ആഭിമുഖ്യത്തിൽ ലോക നാടക ദിനാഘോഷം മാർച്ച് 27-ന്. നമസ്കാരം, ചാനൽ 91 ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. രാജീവ് ചന്ദ്രശേഖരൻ BJP സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്നു. BJP സംസ്ഥാന രാഷ്ട്രീയം പുതിയ വഴിത്തിരിവിൽ. കേരളത്തിലെ പാർട്ടി നേതാക്കളുടെ പ്രവർത്തന പാരമ്പര്യമോ സീനിയോറിറ്റിയോ ഒന്നും പരിഗണിക്കാതെ കേന്ദ്ര നേതൃത്വം സ്വീകരിച്ച കടുത്ത നിലപാടിനൊടുവിലാണ് രാജീവ് ചന്ദ്രശേഖരനെ അധ്യക്ഷ പദവിയിലേക്ക് നിയോഗിക്കുന്നത്. RSS സംസ്ഥാന നേതൃത്വത്തിന്റെ പച്ചക്കൊടിയും രാജീവിന് അനുകൂലമായിരുന്നു. കേരളത്തിൽ ഭരണം പിടിച്ചെടുക്കണം എന്നുള്ള ഉറച്ച തീരുമാനം നടപ്പിലാക്കുന്നതിന്റെ ആദ്യപടിയായി വേണം രാജീവിന്റെ സ്ഥാനാരോഹണത്തെ നോക്കിക്കാണാൻ. ചോറ്റാനിക്കര കുരിക്കാട് റെയിൽവേ ഗേറ്റിൽ കാത്തുകിടക്കാതെ കടന്നുപോകുവാൻ നാട്ടുകാർ ഇനി എത്ര കാലം കാത്തിരിക്കണം? മേൽപ്പാലത്തിനും അപ്രോച്ച് റോഡിനുമുള്ള സ്ഥലത്തിന്റെ രൂപരേഖകൾ തയ്യാറായി വസ്തുക്കൾ ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചെങ്കിലും പൂർത്തിയായിട്ടില്ല. ഇനിയും മാസങ്ങൾ നീണ്ടുപോകുമെന്നാണ് അറിയുന്നത്. ഇവ പൂർത്തിയാക്കുവാൻ അടിയന്തര നടപടി വേണം. മുളന്തുരുത്തിയുടെ അവസ്ഥ ഇവിടെ ഉണ്ടാകുമോ എന്നുമാണ് നാട്ടുകാർ ചോദിക്കുന്നത്. തിരക്കേറിയ ഈ റോഡിലൂടെ വിവിധ ആവശ്യങ്ങൾക്കായി പോകുന്നവർ മണിക്കൂറുകളാണ് ചിലപ്പോൾ ഗേറ്റിൽ വാഹനങ്ങളുമായി കാത്തുകിടക്കുന്നത്. ഇവിടെ റെയിൽവേ ഗേറ്റ് സ്ഥാപിക്കണമെന്ന ജനങ്ങളുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്. ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന റോഡാണ് ഇത്. തെക്കുഭാഗത്തു നിന്നും ചോറ്റാനിക്കരയിലേക്ക് വരുന്നവർ മുളന്തുരുത്തി ഭാഗത്തുകൂടി വന്നാലും പുതിയകാവ് വഴി വന്നാലും റെയിൽവേ ഗേറ്റ് ഉണ്ട്. നിരവധി ബസ്സുകൾ സർവീസ് നടത്തുന്ന റോഡുമാണ് ഇത്. കൂടുതൽ സർവീസുകൾ ആരംഭിക്കേണ്ട കാലം അതിക്രമിച്ചു. പക്ഷേ റെയിൽവേ ഗേറ്റ് തടസ്സമാവുകയാണ്. കരിങ്ങാച്ചിറ തിരുവാങ്കണം റോഡ് എപ്പോഴും ഗതാഗത കുരുക്കിലാണ്. ഇതുവഴി വരുന്നവർ മണിക്കൂറുകൾ റോഡിൽ കാത്തു കിടക്കുന്നു. ചുരുക്കത്തിൽ കിഴക്കൻ മേഖലയിലേക്കുള്ള യാത്ര ദുരിതമായി മാറിയിരിക്കുകയാണ്. കുരിക്കാട് റെയിൽവേ മേൽപ്പാലം വന്നാൽ കൂടുതൽ പേർ ഈ റോഡിലൂടെ കടന്നുപോകും. കത്തോലിക്ക സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും 1500 തിരുശേഷിപ്പുകൾ കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിൽ വിശ്വാസികളുടെ വണക്കത്തിനും പ്രാർത്ഥനകൾക്കുമായി പ്രദർശനത്തിന് വെച്ചു. നൂറുകണക്കിന് വിശ്വാസികളാണ് തിരുശേഷിപ്പുകൾ കാണുവാനും വണങ്ങുന്നതിനുമായി കാക്കനാട് പള്ളിയിൽ എത്തിച്ചേർന്നത്. റോമിൽ നിന്നും കാർലോസ് അക്വിറ്റസ് ഫൗണ്ടേഷനാണ് തിരുശേഷിപ്പുകൾ പള്ളിയിൽ പ്രദർശനത്തിനായി എത്തിച്ചത്. കർത്താവിന്റെ മുൾമുടിയിലെയും കാൽവരിയിലെ വിശുദ്ധ കുരിശിന്റെയും തിരുശേഷിപ്പും പരിശുദ്ധ മറിയത്തിന്റെയും വിശുദ്ധ യൗസേപ്പിന്റെയും അംഗികളുടെ തിരുശേഷിപ്പും സഭയിലെ എല്ലാ പ്രധാനപ്പെട്ട വിശുദ്ധരുടെയും തിരുശേഷിപ്പുകളും വണങ്ങുന്നതിനായി ഒരുക്കിയിരുന്നു. പള്ളി വികാരി ഫാദർ ആന്റണി മാങ്കുരിയിലും അസിസ്റ്റന്റ് വികാരി ഫാദർ ആൽവിൻ കീഴ്ത്തറയും പ്രാർത്ഥനകൾക്കും മറ്റ് ചടങ്ങുകൾക്കും നേതൃത്വം നൽകി. മൂവാറ്റുപുഴ ആറൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ കൂത്താട്ടുകുളം ഓട്ടോബൻ ട്രക്കിംഗ് കോർപ്പറേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സഹകരണത്തോടെ ലഹരി വിപത്തിനെതിരെ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടന്നു. ലഹരി വിപത്തിനെതിരെ വിദ്യാർത്ഥികൾക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും നിരവധി ക്ലാസുകൾ നയിക്കുന്ന മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറും പബ്ലിക് റിലേഷൻ ഓഫീസറുമായ സിബി അച്യുതനാണ് ക്ലാസ് നയിച്ചത്. ഈ കാലഘട്ടത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും അപകടങ്ങളെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ചും അദ്ദേഹം കുട്ടികൾക്ക് വിവരിച്ചു നൽകി. PTA പ്രസിഡന്റ് IA രാജൻ, പ്രധാനാധ്യാപിക സതി രാമൻ, ഓട്ടോബൻ ട്രക്കിംഗ് കോർപ്പറേഷൻ മാനേജർ D ജയചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃപ്പൂണിത്തുറ രാജനഗരി യൂണിയൻ ഓഫ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൃപ്പൂണിത്തുറയിൽ വൻ ജനപങ്കാളിത്തത്തോടെ ലഹരി വിരുദ്ധ വാക്കത്തോൺ നടന്നു. സ്റ്റാച്യുവിൽ നിന്നും രാവിലെ 7 മണിക്ക് ആരംഭിച്ച വാക്കത്തോൺ സ്ത്രീകൾ അടക്കമുള്ളവരുടെ വൻ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. ലഹരിയല്ല ജീവിതം, ജീവിതമാണ് ലഹരി, ലഹരി കുടുംബജീവിതം നശിപ്പിക്കും, ലഹരി ഉപേക്ഷിക്കൂ, മനുഷ്യനായി ജീവിക്കൂ തുടങ്ങിയ സന്ദേശങ്ങളടങ്ങിയ പ്ലാക്കാർഡുകളും ഏന്തിയായിരുന്നു സ്ത്രീകളടക്കമുള്ളവരുടെ പങ്കാളിത്തം. ട്രൂറ ചെയർമാൻ PS പ്രസാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ K ബാബു MLA ലഹരി വിരുദ്ധ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൃക്കാക്കര ACP PV ബേബി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വാക്കത്തോണിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളും പങ്കെടുത്തു. ട്രൂറ ഭാരവാഹികളായ VC ജയചന്ദ്രൻ, ഇന്ദിര PS, SK ജോയി, അംബിക സോമൻ, സേതുമാധവൻ മൂലയെടുത്ത്, M രവി, MS നായർ, CS മോഹനൻ, G ജയരാജ്, K പത്മനാഭൻ, ഷീബ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ജിജി വെണ്ട്രപ്പള്ളി, രതി ഹരിഹരൻ, VT ജോസഫ്, KC മോഹനചന്ദ്രൻ, R കൃഷ്ണസ്വാമി, M ശേഷാദ്രി, മുരളി കൃഷ്ണദാസ്, D മനോഹരൻ, PN രവി തുടങ്ങിയവർ നേതൃത്വം നൽകി. നാടക പ്രവർത്തകരുടെ സംഘടനയായ നാട്ടകിന്റെ ആഭിമുഖ്യത്തിൽ എറണാകുളം ജില്ലയുടെ ലോക നാടക ദിനാഘോഷം മാർച്ച് 27 വ്യാഴാഴ്ച എറണാകുളത്ത് സംഘടിപ്പിക്കും.
നാട്ടക് ജില്ലാ കമ്മിറ്റിയും PJ ആന്റണി മെമ്മോറിയൽ ഫൗണ്ടേഷനും ചേർന്നാണ് TK രാമകൃഷ്ണൻ സ്മാരക സാംസ്കാരിക കേന്ദ്രത്തിൽ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. തുടർന്ന് ജില്ലയിലെ വിവിധ മേഖലാ കേന്ദ്രങ്ങളിൽ മാർച്ച് 27 മുതൽ ഏപ്രിൽ 12 വരെ വിവിധ ദിവസങ്ങളിൽ ലോക നാടക ദിനാഘോഷം സംഘടിപ്പിക്കും. വനിതകൾക്കും കുട്ടികൾക്കും സജീവ നാടക പ്രവർത്തകർക്കും വേണ്ടിയുള്ള തിയേറ്റർ ക്യാമ്പുകൾ, സെമിനാറുകൾ, നാടക കൂട്ടായ്മകൾ, നാടകങ്ങൾ, നാട്ടകിന്റെ മെമ്പർഷിപ്പ് ഉദ്ഘാടനം തുടങ്ങിയ പരിപാടികളും നടക്കും. ഇതോടെ ചാനൽ 91 ന്യൂസ് അപ്ഡേറ്റ് സമാപിച്ചു. ഏവർക്കും ശുഭദിനം.